ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കറി റെസിപ്പി നോക്കാട്ടോ. ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണേ. ബീട്രൂട്ട് ആണ് കേട്ടോ മെയിൻ താരം, അതുപോലെ ഉരുളക്കിഴങ്ങും. പിന്നെ അതിനൊന്നിച്ച് തക്കാളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ എല്ലാ പച്ചക്കറികളും കഴുകി വൃത്തിയാക്കി ക്യൂബ്സ് ആക്കി മുറിച്ചെടുക്കുക. മസാല കറിയിലെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു മീഡിയം സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ടേ. ഇനി പൊടികളൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പൊ ആദ്യമായിട്ട് മല്ലിപ്പൊടിയാണ്. ഒരു 3-4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ചേർക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി കൂടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കുക്കറിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും പച്ചക്കറി വേവാൻ ആവശ്യത്തിന് 1 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 3 വിസിൽ വേവിച്ചെടുക്കുക. അടുത്ത് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തേങ്ങയും അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടെ മുറിച്ച് ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി ആഡ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ കുറച്ച് കുരുമുളകും അതുപോലെ കറിവേപ്പിലയും ജീരകവും ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുത്ത് മാറ്റിവെക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ ഇനി മിക്സി ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി അരച്ചെടുക്കുക. 3 വിസിൽ കഴിഞ്ഞ് ആവിയൊക്കെ പോയതിനു ശേഷം കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഓൾറെഡി അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കറിക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കറി ഒന്ന് തിളച്ച് വന്നാൽ ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് തിളപ്പിക്കുക. ഇനി വറവിടാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ഉള്ളി ചെറുതായി കനം കുറഞ്ഞരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ മസാലക്കറി ഇവിടെ റെഡിയാണേ. ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും അപ്പത്തിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.